നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു ഡോക്ടർ ഡി ബാബു പോൾ. ശരിതെറ്റുകൾ അത് എത്ര വലുതായാലും ഏത് ഉന്നതർക്ക് മുന്നിലും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. സാധാരണക്കാരോടുള്ള ബാബു പോളിന്റെ സമീപനമായിരുന്നു മറ്റ് IAS ഉദ്യോഗസ്ഥരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടിയിൽ ചിരോത്തോട്ടം PA പൗലോസ് കോർപ്പിസ്കോപ്പിയുടെയും മേരി പോളിന്റെയും മകനായി 1941 ജനനം. കുറുപ്പുംപടി MGM ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ആലുവ UC കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം. ഹൈസ്കൂളിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെയും സർവകലാശാലയിൽ കേന്ദ്ര സർക്കാരിന്റെയും സ്കോളർഷിപ്പോടെ പഠനം. എഞ്ചിനീയറിംഗും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം 1964 IASൽ പ്രവേശിച്ചു. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി നേടി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്ററും സ്പെഷ്യൽ കളക്ടറുമായി 1971 മുതൽ പ്രവർത്തിച്ചു. ഇടുക്കി ജില്ല നിലവിൽ വന്ന 1972 മുതൽ 1975 വരെ ജില്ലാ കളക്ടറായിരുന്നു. വല്ലാർപാടം പദ്ധതിക്ക് ഹരിശ്രീ കുറിച്ചപ്പോൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയുമായും അദ്ദേഹം പ്രവർത്തിച്ചു. ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ച് ഓംബുഡ്സ്മാനായി 2001 സെപ്റ്റംബർ വരെ പ്രവർത്തിച്ചു. കഥ ഇതുവരെ, സംഭവാമി യുഗേ യുഗേ, പള്ളിക്കെന്തിന് പള്ളിക്കൂടം, ഉൽപ്പത്തി രഹസ്യം, കുട്ടികളുടെ ബൈബിൾ, വേദശബ്ദരത്നാകരം, ക്രെംലിൻ ബെർലിൻ, നിലാവിൽ വിരിഞ്ഞ കാപ്പിപ്പൂക്കൾ, സ്മരണ, ഗിരിപർവം തുടങ്ങി 30ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. ബൈബിൾ വിജ്ഞാനകോശമായ വേദശബ്ദരത്നാകരം 2000 വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. വിവിധ മാധ്യമങ്ങളിൽ ഏറെനാൾ അദ്ദേഹം പംക്തികൾ കൈകാര്യം ചെയ്തിരുന്നു. ബൈബിൾ പണ്ഡിതൻ കൂടിയായിരുന്ന ബാബു പോൾ നിലപാടുകളിൽ ഒരിക്കലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല. പാവപ്പെട്ടവരെക്കുറിച്ച് എപ്പോഴും കരുതലുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദാനം മഹത് കർമ്മമാണെന്നും അത് നഗരസഭയുടെ ഖരമാലിന്യ നിർമ്മാർജ്ജനം പോലെ വേണ്ടാത്തത് ഒഴിവാക്കലല്ലെന്നും ബാബു പോൾ തന്റെ മിക്ക പ്രഭാഷണങ്ങളിലും ഓർമ്മിപ്പിച്ചിരുന്നു. പിറന്നാളിന് സദ്യയൊരുക്കി മിച്ചം വരുന്നത് അനാഥാലയത്തിൽ കൊടുക്കുന്നതും തടിവയ്ക്കുമ്പോൾ ചേരാതെ വരുന്ന ഷർട്ട് ദാനം ചെയ്യുന്നതും ദാനമല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പിറന്നാളിന് അനാഥാലയത്തിൽ അനാഥർക്കൊപ്പം സദ്യ ഉണ്ണുമ്പോഴേ അത് ദാനമാകൂ, അല്ലെങ്കിൽ അവരെ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി അവരോടൊപ്പം സദ്യ കഴിക്കുമ്പോഴോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ അന്യർക്ക് നൽകുമ്പോഴോ അത് ദാനമാകൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ശരിതെറ്റുകൾ അതെന്തായാലും ആരെയും കൂസാതെ വിളിച്ചു പറയാൻ ബാബു പോൾ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അത് എത്ര ഉന്നതരായാലും. ബാബു പോൾ ഓർമ്മയാകുമ്പോൾ അത് സാംസ്കാരിക ഭരണരംഗങ്ങളിൽ തീർത്തും വ്യത്യസ്തമായ മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ഭരണസമിതി അംഗവുമായിരുന്ന ഡോക്ടർ ബാബു പോൾ അന്തരിച്ചു. നവകേരള നിർമ്മാണ പദ്ധതികളുടെ മുഖ്യ ഉപദേശകനായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എഴുത്തുകാരനും മുതിർന്ന മുൻ IAS ഉദ്യോഗസ്ഥനുമായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് എറണാകുളം കുറുപ്പുംപടി സെന്റ് മേരീസ് പള്ളിയിൽ നടക്കും. വിവരങ്ങളുമായി റിനു ചേരുകയാണ്. റിനു, അദ്ദേഹത്തിന്റെ ബാബു പോളിന്റെ മരണം സംഭവിച്ചിരിക്കുകയാണ്. എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും മറ്റും? ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എവിടെയാണ്? പ്രിയ, ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഡോക്ടർ ഡി ബാബു പോൾ അന്തരിച്ചത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്തെ പുന്നം റോഡിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ ചർച്ചിൽ 12 മണിവരെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം 12 മണിയോടുകൂടി കുറവൻകോണത്തെ മമ്മി സ്ക്വയറിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് അവിടെ പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി എറണാകുളം പെരുമ്പാവൂരിലെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തിക്കുകയും അവിടുത്തെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യുന്നത്. കുറച്ച് ദിവസമായിട്ടാണ് അദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലേക്ക് പോകേണ്ടി വന്നത്. അതുവരെ പൊതുമേഖലയിൽ സാംസ്കാരിക ലോകത്തും അതുപോലെ തന്നെ ചർച്ചകളിലും സംവാദങ്ങളിലും ഒക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്ന ഒരു നിറസാന്നിധ്യമായിരുന്നു ബാബു പോൾ എന്ന് പറയുന്ന വ്യക്തിത്വം. തൻ്റെ IAS ജീവിതത്തിൽ ഒരു തുറന്ന പുസ്തകമായി മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തത ചലിപ്പിച്ചുകൊണ്ട് നിലനിന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനൊപ്പം സാംസ്കാരിക മേഖലയെയും ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന എഴുത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു. 30ഓളം കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ടുന്ന സവിശേഷതകൾ ധനം, പൊതുമേഖല, അതുപോലെ തന്നെ
സാംസ്കാരിക വകുപ്പ് ഉൾപ്പെടെയുള്ളവയുടെ ഡയറക്ടർ, ഒപ്പം KSRTCയുടെ MD, കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 21ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1972 ഇടുക്കി ജില്ല രൂപീകൃതമായപ്പോൾ ആദ്യത്തെ അവിടുത്തെ കളക്ടറായി സർക്കാർ നിയോഗിച്ചത് അദ്ദേഹത്തെയാണ്. ഒപ്പം ഇടുക്കി ആർച്ച് ഡാമിലെ ജലവൈദ്യുത പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അന്നത്തെ അച്യുതമേനോൻ സർക്കാർ 10,000 രൂപ അദ്ദേഹത്തിന് പാരിതോഷികം നൽകി അദ്ദേഹത്തിന് പാരിതോഷികം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു പാരിതോഷികം ഒരു കളക്ടർ കിട്ടുന്നത്. അത്രയും വലിയ രീതിയിലുള്ള ഒരു സേവനമാണ് അദ്ദേഹം അനുഷ്ഠിച്ചത്. ഒപ്പം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു. കാരണം സാധാരണക്കാർക്ക് ഇടയിൽ ഇറങ്ങി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. മറ്റൊന്ന്, മുഖം നോക്കാതെ, അതായത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖം നോക്കാതെ ആർക്കെതിരെയും നടപടിയെടുക്കുക എന്നുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ് കേരള സമൂഹത്തിന്. ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് മുഖ്യമന്ത്രി അല്പസമയം മുമ്പാണ് അനുശോചനം രേഖപ്പെടുത്തിയത്. നിറസാന്നിധ്യമായിരുന്നു മലയാളത്തിന്, കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നിറസാന്നിധ്യമായിരുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒപ്പം പ്രതിപക്ഷ നേതാവ്, മറ്റ് വകുപ്പ് മന്ത്രിമാർ എല്ലാവരും തന്നെ അനുശോചനവുമായി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ വികസന ഘട്ടത്തിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ രൂപീകരണം, ഇടുക്കി ഡാമിന്റെ രൂപീകരണം, ഒരു IAS ഉദ്യോഗസ്ഥന് ലഭിക്കാത്ത ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ച സാഹചര്യം വരെ ഉണ്ടായി. മാത്രമല്ല, എഴുത്തിന്റെ രംഗത്താണെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്തത് തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ നിന്നും ഉടൻ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആശുപത്രിയിലേക്ക് കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ കാണാനായി എത്തുന്നുണ്ടോ? സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അവിടേക്ക് എത്തുമോ? അങ്ങനെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് കൂടി. പ്രിയ, ആശുപത്രിയിൽ ഇപ്പോൾ ബന്ധുക്കൾ മാത്രമാണ് ഉള്ളത്. സാംസ്കാരിക അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലെ ഉള്ള വ്യക്തികളെല്ലാം തന്നെ പള്ളിയിലേക്ക്, അതായത് പുന്നം റോഡിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. അവിടെ നിന്നായിരിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കൊണ്ടുപോകുക. എന്തായാലും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുവരെയും അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അല്പസമയത്തിനകം 9 മണിയോടുകൂടി പുറത്തേക്ക് എടുക്കും എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇതുവരെയും അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയത്തിനകം കൊണ്ടുവരും എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നത്. മറ്റ് നാട്ടുകാരോ മറ്റ് സാംസ്കാരിക മേഖലയിൽ ഉള്ളവരോ ആരും തന്നെ ആശുപത്രിയിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും സെന്റ് പീറ്റേഴ്സ് പള്ളിയിലേക്ക് കൊണ്ടുവരിക. പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിലും എഴുത്തിന്റെ ലോകത്തും ഒപ്പം ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വെളിച്ചം വീശിയ വ്യക്തി തന്നെയായിരുന്നു ഇദ്ദേഹം. കാര്യം, മാധ്യമപ്രവർത്തകർക്കിടയിൽ പോലും അദ്ദേഹവുമായി ആത്മബന്ധം പുലർത്തുന്ന അനവധി പേരുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ സന്തോഷത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സംശയങ്ങൾ, ഒപ്പം നമുക്ക് എടുത്തു പറയേണ്ടുന്നത് കേരളത്തിന്റെ ഒരു നവ കേരള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉപദേശകൻ കൂടിയായിരുന്നു അദ്ദേഹം. കാരണം, പ്രളയം ബാക്കി വെച്ച കേരളത്തെ സർക്കാരിന് തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു നവകേരള നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുകൂടി ഒരു ഉപദേശം കൂടി ലഭിച്ചിരുന്നു. അത്രയ്ക്കും മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. 59ാമത്തെ വയസ്സിലാണ് അദ്ദേഹം VRS എടുത്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ഒരു ഓംബുഡ്സ്മാൻ പദവിയിലേക്ക് പോവുകയും ചെയ്തത്. ഓംബുഡ്സ്മാൻ പദവിയിലിരുന്ന തദ്ദേശ വകുപ്പിന്റെ ഓംബുഡ്സ്മാൻ പദവിയിലിരുന്നതിന് ശേഷമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിത്വം ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പല മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. പ്രിയ, നമുക്ക് അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ഭരണസമിതി അംഗവുമായിരുന്ന ഡോക്ടർ ബാബു പോൾ അന്തരിച്ചു. നവകേരള നിർമ്മാണ പദ്ധതികളുടെ മുഖ്യ ഉപദേശകനായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എഴുത്തുകാരനും മുതിർന്ന മുൻ IAS ഉദ്യോഗസ്ഥനുമായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് എറണാകുളം കുറുപ്പുംപടി സെന്റ് മേരീസ് പള്ളിയിൽ നടക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം മോർച്ചറിയിലാണ്. അവിടെ നിന്നും ഉടൻ പുറത്തേക്ക് കൊണ്ടുവരും. അവിടെ നിന്നുള്ള ആശുപത്രിക്ക് മുന്നിൽ നിന്നുമാണ് റിനു വിവരങ്ങൾ നൽകിയത്.
ബാബു പോളിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. സമൂഹത്തിലെ ചലനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ഇടപെടുകയും ചെയ്ത സാംസ്കാരിക പ്രവർത്തകനെയാണ് ബാബു പോളിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാംസ്കാരിക മുഖമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സാമൂഹിക പ്രതിബദ്ധതയോടെ സർവീസിൽ പ്രധാന വകുപ്പുകളുടെ ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിനായി. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്ന ബാബു പോളിന്റെ നിര്യാണം കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്ക് കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. വിജയസങ്കല്പ റാലി നടത്താൻ കോഴിക്കോട്ടെത്തിയ നരേന്ദ്രമോദി ആദ്യം സ്വന്തം പാർട്ടിക്കാർ ബിജെപിക്ക് തന്നെ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വോട്ട് കച്ചവടം ഉറപ്പിച്ച കേരളത്തിലെ ബിജെപിക്കാരെ പിന്തിരിപ്പിക്കാൻ മോദിക്ക് കഴിയുമോ എന്നും പിണറായി ചോദിച്ചു. അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്നും പിണറായി കണ്ണൂർ ഇരിട്ടിയിൽ പറഞ്ഞു. വോട്ട് കച്ചവടം ശീലമാക്കിയവരാണ് കേരളത്തിലെ ബിജെപി നേതാക്കളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇടക്കാലത്ത് ബിജെപി ദേശീയ നേതൃത്വം ഇടപെട്ട് ഇതിന് തടയിടാൻ നോക്കി. എന്നാൽ കച്ചവടശീലം മാറ്റാൻ കേരളത്തിലെ ബിജെപി നേതാക്കൾക്ക് കഴിഞ്ഞില്ല. ഈ തിരഞ്ഞെടുപ്പിലും ബിജെപിയും കോൺഗ്രസും തമ്മിൽ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. ബിജെപി സ്ഥാനാർത്ഥികൾ തിരിഞ്ഞു നോക്കുമ്പോൾ അണികളെ കാണുന്നില്ല എന്നതായി സ്ഥിതി. വിജയസങ്കല്പ റാലി നടത്താൻ കോഴിക്കോട് വന്ന മോഡിക്ക് വോട്ട് കച്ചവടം ഉറപ്പിച്ച ബിജെപി നേതാക്കളെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്നും പിണറായി ചോദിച്ചു. നരേന്ദ്രമോദി കോഴിക്കോട് വന്നിട്ട് ഇന്നൊരു റാലി അവിടെ നടത്തുന്നത് വിജയസങ്കല്പ റാലി, സാങ്കല്പിക വിജയല്ല, വിജയസങ്കല്പ റാലി. നരേന്ദ്രമോദി പ്രധാനപ്പെട്ട ബിജെപി നേതാവാണല്ലോ. കേരളത്തിലെ ബിജെപി നേതാക്കന്മാര് ആദ്യം ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുക, ഈ വോട്ട് കച്ചവടത്തിന് നിൽക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. പലരും ആ വോട്ട് കച്ചവടം ഇപ്പൊ ഉറപ്പിച്ചിരിക്കുകയാണ്. ആ കച്ചവടം ഉറപ്പിച്ച ബിജെപിക്കാരെ പിന്തിരിപ്പിക്കാൻ നരേന്ദ്രമോദി കഴിയോ? ഇതാണ് നോക്കേണ്ടത്. കോൺഗ്രസ് തിരിച്ച് ബിജെപിയെയും സഹായിക്കും. കേരള നിയമസഭയിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത് കോൺഗ്രസ് ആണ്. നേമത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രൻ പിള്ളയ്ക്ക് കോൺഗ്രസിന്റെ വഞ്ചനയുടെ കഥയാണ് പറയാനുള്ളത്. ഇത്തവണയും കേരളത്തിൽ കോൺഗ്രസും ബിജെപിയും കച്ചവടം ഉറപ്പിച്ചെങ്കിലും അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഇടതുപക്ഷത്തെ തടയാനാകില്ലെന്നും കണ്ണൂർ ഇരിട്ടിയിൽ LDF പൊതുയോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നികുതി വെട്ടിപ്പ് നടത്തിയ പലരും കേരളത്തിൽ വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. ഇവരോട് സ്വന്തം മണ്ഡലത്തിൽ എന്തു ചെയ്തുവെന്ന് വോട്ടർമാർ ചോദിക്കണമെന്നും പ്രധാനമന്ത്രി കോഴിക്കോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് നടത്തിയത്. NDA റാലിയിൽ നികുതി വെട്ടിപ്പ് നടത്തി രക്ഷപ്പെടാൻ ചിലർ കേരളത്തിൽ വന്ന് വോട്ടഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതേസമയം സ്വന്തം മണ്ഡലത്തിൽ എന്താണ് കഴിഞ്ഞ തവണ ചെയ്തതെന്ന് വോട്ടർമാർ രാഹുൽ ഗാന്ധിയോട് ചോദിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. Beware of those people who come to Kerala not to serve you but to save themselves. When such leaders or their party members come to ask for your vote, ask them to tell you about their poor performance in seat they currently represent. They will have nothing to say. BJP ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ്. ഇരുപക്ഷവും LDFും UDFും ഒന്ന് തന്നെയാണെന്നും മോദി സൂചിപ്പിച്ചു. ഡൽഹി തുഗ്ലക് റോഡിൽ താമസിക്കുന്ന കോൺഗ്രസ് നേതാവിലേക്കാണ് മധ്യപ്രദേശിൽ പിടിച്ച കള്ളപ്പണത്തിന്റെ അന്വേഷണം എത്തിയതെന്നും മോദി പറയുകയുണ്ടായി. മുത്തലാഖ് പോലുള്ള വിഷയങ്ങളിൽ ന്യായീകരണവുമായി UDFും LDFും വരുന്നു. JNU പോലുള്ള ക്യാമ്പസുകൾ വിഘടനവാദ ഗ്രൂപ്പുകൾ വളർത്തുന്നതും ഇവർ തന്നെയാണെന്നും മോദി സൂചിപ്പിച്ചു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയതിനാൽ 48 മണിക്കൂറിനുള്ളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകണം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണിത്താൻ മതവിശ്വാസത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥന നടത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി LDF നൽകിയ പരാതിയിൽ അന്വേഷണ വിധേയമായാണ് തുടർ നടപടി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികളുടെ പിന്തുണ തേടി രാജ്മോഹൻ ഉണ്ണിത്താൻ UDF തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉണ്ടായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത്. പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് സഹിതം LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി
ടി വി രാജേഷ് MLA ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണമുണ്ടായത്. നോഡൽ ഓഫീസർമാരായ കാസർഗോഡ് ADM, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നിവർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന് ചട്ടലംഘനം ബോധ്യപ്പെട്ടത്. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ കലക്ടർ ഡോക്ടർ D. സജിത് ബാബുവാണ് 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താന് നോട്ടീസ് നൽകിയത്. ശബരിമല വിഷയത്തിനൊപ്പം അവിശ്വാസികൾ നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ പ്രതികരിക്കണമെന്നും ഉണ്ണിത്താൻ പ്രസംഗിച്ചിരുന്നു. അയ്യപ്പനെ കാണാൻ ആരെങ്കിലും ഒരാൾ മാലയിട്ടാൽ ആ മാലയിടുന്ന അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന ആധ്യാത്മിക തലത്തിലേക്ക് ഉയരണമെങ്കിൽ ശരീരവും മനസ്സും ശുദ്ധീകരിക്കണമെങ്കിൽ കഠിനമായ വ്രതമെടുക്കണം. ആർത്തവോന്മുഖരായ സ്ത്രീകൾക്ക് കഠിനമായ വ്രതമെടുക്കാനാവില്ല. അതുകൊണ്ടാണ് ശബരിമലയിൽ യുവതികളെ കയറ്റാത്തത്. ശബരിമലയിൽ അയ്യപ്പന്റെ നൈതിക ബ്രഹ്മചര്യം തകർക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുഃഖമുണ്ട്, അമർഷമുണ്ട്. ആ അമർഷം അറിയാൻ പോകുന്നേയുള്ളൂ. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന വിവരം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെയും കമ്മീഷൻ അറിയിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട പോളിംഗ് പൂർത്തിയായതിന് പിന്നാലെ കണക്കുകൂട്ടലുകളുമായി രാഷ്ട്രീയ പാർട്ടികൾ. 2014-നേക്കാൾ വോട്ടിംഗ് ശതമാനം ഉയർന്നത് BJPയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. ഉത്തർപ്രദേശിൽ കേന്ദ്രമന്ത്രിമാർ മത്സരിച്ച 3 മണ്ഡലങ്ങളിലും SP-BSP സഖ്യത്തിന് മേൽക്കൈയെന്നും സൂചന. മഹാസഖ്യം മത്സരിക്കുന്ന ബീഹാറിലും മഹാരാഷ്ട്രയിലും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 5.66 ലക്ഷത്തിനാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ഗാസിയാബാദിൽ നിന്നും വിജയിച്ചത്. ഇത്തവണ SP-BSP സഖ്യം ഗാസിയാബാദ് മുൻ MLA ആയ സുരേഷ് ബൻസാലിന് സീറ്റ് നൽകി നടത്തിയ പോരാട്ടത്തിൽ VK സിംഗ് പരാജയം മണക്കുകയാണെന്ന് പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു. 56.94% വോട്ടുകൾ 2014 പോൾ ചെയ്തെങ്കിൽ ഇത്തവണ അത് 57.6% ഉയർന്നു. 0.5% മാത്രം വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തി. പ്രചാരണ സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞുവെന്ന് BJP തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. BJP പ്രതീക്ഷിച്ച യുവ വോട്ടർമാരും പോളിംഗ് ബൂത്തിൽ അധികമായി എത്തിയില്ല. സമാനമായ പ്രതിസന്ധി സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ മത്സരിച്ച ഗൗതം ബുദ്ധ മണ്ഡലത്തിലും BJP നേരിട്ടു. നിലവിലെ കണക്ക് പ്രകാരം ആദ്യഘട്ട വോട്ടിംഗ് നടന്ന പശ്ചിമ UP-യിലെ 8 മണ്ഡലങ്ങളിൽ 7 മണ്ഡലത്തിലും മഹാസഖ്യത്തിന് മേൽക്കൈ നേടാനായെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. 2014 നേടിയതിന് സമാനമായി എല്ലാ സീറ്റും BJPയും പ്രതീക്ഷിക്കുന്നില്ല. മഹാസഖ്യം മത്സരിച്ച ബീഹാറിലും മഹാരാഷ്ട്രയിലും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് അനുകൂലമെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. മന്ത്രി നിതിൻ ഗഡ്കരി മത്സരിച്ച മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വോട്ടിംഗ് ശതമാനം ഇടിഞ്ഞത് RSS നേതൃത്വത്തെ ഞെട്ടിച്ചു. RSS ആസ്ഥാനം കൂടി സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ 2014 വോട്ടിംഗ് 57.12% ഇത്തവണ അത് 53.13 മാത്രമായി കുറഞ്ഞു. മുൻ BJP MP ആയിരുന്ന നാനോ പട്ടോളയെ ഗഡ്കരിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് നടത്തിയ നീക്കം നാഗ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയിരുന്നു. മോദി വിരുദ്ധനായ ഗഡ്കരിക്ക് പ്രചാരണ രംഗത്ത് BJPയുടെ സഹായം ലഭിച്ചിരുന്നില്ലെന്ന പരാതിയുമുണ്ട്. മോദി നാഗ്പൂരിൽ പ്രചാരണത്തിന് പോലും എത്തിയില്ല. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഗഡ്കരി വിരുദ്ധനാണ്. നാഗ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഫട്നാവിസിന്റെ നിയമസഭാ മണ്ഡലമായ നാഗ്പൂർ സൗത്ത് വെസ്റ്റിലും പ്രതീക്ഷിച്ചത്ര വോട്ടിംഗ് ശതമാനം ഉയർന്നില്ല. BJPയിലെ മോദി വിഭാഗം വോട്ടുമറിച്ചോ എന്ന് RSSും ഗഡ്കരിയും സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ആം ആദ്മിയുടെ ഉപാധികൾ അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തതോടെയാണ് സഖ്യനീക്കം പരാജയപ്പെട്ടത്. സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. BJPയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ആം ആദ്മി തീരുമാനമെടുത്തത്. എന്നാൽ ആം ആദ്മിയുടെ ഉപാധികൾ അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവാഞ്ഞതോടെയാണ് ദില്ലിയിലും സഖ്യസാധ്യതകൾ പരാജയപ്പെട്ടത്. ദില്ലിക്ക് പുറമെ ഹരിയാനയിൽ സഖ്യത്തിലെത്താൻ 4 സീറ്റുകൾ ആം ആദ്മി ആവശ്യപ്പെട്ടിരുന്നു. ദില്ലി ഹരിയാന ബോർഡറിൽ വരുന്ന ഫരീദാബാദ്, കർണൽ, ഗുർഗാവൺ എന്നീ സീറ്റുകളാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ദില്ലിയിലെ രാഷ്ട്രീയ അന്തരീക്ഷമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിനിടയിൽ ഹരിയാനയിലെ ജനനായക് ജനതാ പാർട്ടിയുമായി ആം ആദ്മി സഖ്യം രൂപീകരിച്ചു.
കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട 3 സീറ്റും ഹരിയാനയിൽ ആം ആദ്മിക്ക് കിട്ടി. ഇതിന് പിന്നാലെയാണ് ദില്ലിയിലെ 7 ലോക്സഭാ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആം ആദ്മി തയ്യാറായത്. 4 സീറ്റുകളിൽ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന 3 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. ചാന്ദിനി ചൌക്കിൽ നിന്നും കപിൽ സിബലും, ന്യൂഡൽഹിയിൽ നിന്ന് അജയ് മാക്കനും, നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ നിന്ന് JP അഗർവാളും ജനവിധി തേടും. അതേസമയം കോൺഗ്രസ് ആം ആദ്മി സഖ്യം പരാജയപ്പെട്ടതോടെ ദില്ലി പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് BJP. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടവേള. RSS ഉയർത്തുന്ന തീവ്ര വർഗീയതയെ മൃദു ഹിന്ദു വർഗീയ വീക്ഷണം കൊണ്ട് എതിർക്കുന്നതാണ് കോൺഗ്രസിന്റെ നയമെന്ന് മന്ത്രി MM മണി. ഇന്ത്യയുടെ നിലനിൽപ്പിനായി ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നും MM മണി പറഞ്ഞു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ടയിൽ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത്. യുവജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ യൂത്ത് പാർലമെന്റിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി നിർവഹിച്ചു. RSS ഉയർത്തുന്ന തീവ്ര വർഗീയതയെ മൃദു ഹിന്ദു വർഗീയ വീക്ഷണം കൊണ്ട് എതിർക്കുന്നതാണ് കോൺഗ്രസിന്റെ നയം. ഇത് അപകടമാണ്. വർഗീയതയെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കോൺഗ്രസും BJPയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും ഇന്ത്യയുടെ നിലനിൽപ്പിനായി ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നും MM മണി പറഞ്ഞു. ഹിന്ദു വർഗീയവാദത്തിന്റെ കളി, തീവ്ര ഹിന്ദു വർഗീയവാദം RSS സംഘപരിവാർ ശക്തികള് കോൺഗ്രസ് പ്രിയമുള്ളവരെ മൃദു ഹിന്ദു വർഗീയവാദം ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ, വോട്ട് മേടിക്കാൻ, വീണ്ടും അധികാരത്തിൽ വരാനുള്ള തത്രപ്പാടിൽ അപമാനകരമായ ചുറ്റുപാടിലാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ രംഗം പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നിലനിൽക്കുന്നത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് RSSും BJPയും കോൺഗ്രസിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുക, ആളെ റിക്രൂട്ട്മെന്റ് നടത്തുക, MLA-മാരെ MP-മാരെ ചാക്കിട്ട് പിടിക്കുക. ജില്ലയിലെ 1046 ബൂത്തുകളിൽ നിന്ന് ഇടതുപക്ഷ യുവജന സംഘടനാ പ്രവർത്തകർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേന്ദ്രീകരിച്ച് പ്രകടനമായാണ് യൂത്ത് പാർലമെന്റിൽ സംബന്ധിച്ചത്. സമ്മേളനത്തിൽ G. ബൈജു അധ്യക്ഷനായി. PB സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, അഡ്വക്കേറ്റ് K. അനന്തഗോപാൽ, KP ഉദയഭാനു, AP ജയൻ, R. ശ്യാമ, R. ഹരീഷ് തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.